ഒരു ഓട്ട ഈറ്റിൻ്റെ ഇടയിൽ കണ്ടല്ലോ. രാവിലെ കിഴങ്ങ് പാലപ്പമായിരുന്നു. പിന്നെ ചായ എനിക്കാണ്, മൂക്ക് കൊടുക്കത്തില്ല. വല്ലപ്പോഴും അങ്ങനെ ഒന്ന് കൊടുക്കും, അത്രയേ ഉള്ളേ. ഞാൻ കാണാതെ അമ്മ കൊടുക്കുക വെക്ക്, പക്ഷെ ഞാൻ കണ്ടാൽ ഞാൻ വഴക്ക് പറയും. ചായ ഞാൻ ശീലിപ്പിക്കത്തില്ല മൂക്ക്. നല്ല ടേസ്റ്റുള്ള കിഴങ്ങറിയാണ്. കുക്കറി വെക്കുന്നതാണ് പെട്ടെന്ന്. എല്ലാം കൂടെ തേങ്ങയൊക്കെ, സവാളയും കിഴങ്ങും ടൊമാറ്റോയും പച്ചമുളകും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞിരുന്ന് കഴിക്കുക. വാരി കൊടുത്താലൊന്നും നമ്മൾ കഴിക്കത്തില്ല, ഒക്കെ തന്നെ എടുത്ത് കഴിക്കണം. അമ്മനും കുഞ്ഞിരുന്ന് കഴിക്കുകയാണ്. ഞങ്ങൾ 2 പേര് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാം. വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും അമ്മ കുഞ്ഞും മാത്രമേ ഉള്ളൂ. എല്ലാവരും ജോലിക്കൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അനിച്ചിട്ട് കഞ്ഞി കൊടുത്തപ്പോൾ അവളത് തനിയെ പാത്രം എടുത്തിങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ കഞ്ഞിവെള്ളം മാത്രമേ ചെല്ലുന്നുള്ളൂ, ചോറൊന്നും ചെല്ലത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ സ്പൂണ് വെച്ചിങ്ങനെ അവൾ കുടിക്കുമ്പോൾ തന്നെ സ്പൂണ് വെച്ചിങ്ങനെ ചോറിങ്ങനെ വായിലോട്ട് നീക്കി കൊടുക്കും. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഇടയ്ക്ക് കുടിച്ച് ഇങ്ങനെ ക്യാമറ ഇട്ട് നോക്കുക. കഞ്ഞി വലിയ ഇഷ്ടക്കേടൊന്നുമില്ല, എന്നാലും കുടിക്കും. അപ്പോൾ അങ്ങനെ അപ്പം കണ്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, 2-3 വായൊക്കെ കഴിച്ചിട്ടുള്ളൂ. ചുമ്മാ ഇങ്ങനെ നുള്ളി ഇരിക്കത്തേ ഉള്ളൂ, അല്ലാതെ നല്ലപോലെ കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ഞാൻ കഞ്ഞിയും കൂടെ എടുത്ത് സൈഡിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് ഞാൻ വെച്ചിരിക്കും എന്ത് കൊടുക്കുവാണെങ്കിൽ. കാരണം അതൊന്നും വലുതായിട്ട് കഴിക്കത്തില്ല, കഞ്ഞിയാകുമ്പോൾ കുടിച്ചോളൂ. പിന്നെ അങ്ങനെ ഉച്ചയായപ്പോൾ ചോറായി. മീൻ പറ്റിച്ചത്, അതായത് ഈ ചെറിയ കായലിലെ മീനുണ്ടല്ലോ, അത് തേങ്ങാപ്പീര വെച്ചു. പിന്നെ അവിയൽ, പിന്നെ കിരിയാന്ന് പറഞ്ഞിട്ടുള്ള മീൻ ഫ്രൈ ചെയ്തു. അതായിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പം അമ്മ ജോലിയും കഴിഞ്ഞ് വന്നപ്പം ഏത്തയ്ക്കാപ്പവും പരിപ്പുവടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പരിപ്പുവട മോൾക്ക് ഭയങ്കര ഇഷ്ടമാകും, ശകലം മോൾക്ക് കൊടുക്കും. കുറച്ചും കൂടെ മൊരിയാനുണ്ടായിരുന്നു ആ ഏത്തയ്ക്കാപ്പം. ഭയങ്കര നൈസുമായിരുന്നു. എന്തോ നമ്മൾ കൈ പിടിക്കുമ്പോൾ പേപ്പർ പിടിക്കുന്നത് കൂട്ടായിരുന്നു. പിന്നെ എണ്ണയൊക്കെ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മളാ കഴിക്കുമല്ലോ. മോൾ ആ സമയം, ഞാൻ കഴിക്കുന്ന സമയം മോൾ ഉറക്കമായിരുന്നു. മോൾ പിന്നെ എഴുന്നേറ്റ് വന്നപ്പം ഞാനൊക്കെ ആ പരിപ്പുവട എടുത്ത് കൊടുത്തു. പിന്നെ ആ പരിപ്പുവട ഇങ്ങനെ നുള്ളിയിരിക്കും. പരിപ്പുവട, ഉഴുന്നുവട, അതിനകത്തെ സാധനമൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ കഴിക്കും. എന്നാലും ഒരെണ്ണം മുഴുവനോടും ഒന്നും കഴിക്കത്തില്ല, ഒരു ഹാഫോ അല്ലെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ. ഇപ്പോൾ ഈ പരിപ്പുവടയുടെ ഒരു 1/4 ഭാഗമൊക്കെ അവൾ കഴിച്ചിട്ടുള്ളൂ. വിശന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങ് കഴിക്കും. അപ്പോൾ അങ്ങനെ എപ്പോഴും കൊടുക്കുന്നത് നല്ലതല്ല, ഓയിലൊക്കെയാണ്. വല്ലപ്പോഴും ഒക്കെയാണെങ്കിൽ കൊടുക്കാൻ കുഴപ്പമില്ല. പിന്നെ ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ് അതൊക്കെ. പിന്നെ രാത്രി ചപ്പാത്തിയായിരുന്നു, ചപ്പാത്തിയും കിഴങ്ങും.